നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് കോഴി കർഷക മഹാറാലി സംഘടിപ്പിച്ചു. റാലി പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 2 ലക്ഷത്തോളം കോഴി ഫാം കർഷകരുണ്ട്. ഫാം മേഖലയെ ആശ്രയിച്ച് 5 ലക്ഷത്തോളം കുടുംബങ്ങൾ കോഴി വളർത്തൽ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നുണ്ട്. കോഴി വളർത്തൽ മേഖലയിൽ നിലവിലുള്ള അശാസ്ത്രീയവും അന്യായവുമായ നിയമങ്ങളും ചട്ടങ്ങളും വലിയ തിരിച്ചടിയാണ്. ആഡംബര നികുതിയാണ് കോഴി ഫാമുകൾക്ക് ഇടയാക്കുന്നത്. കോഴിക്കൃഷി എങ്ങനെയാണ് ആഡംബര ഗണത്തിൽ പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും MLA പറഞ്ഞു. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ഏർപ്പെടുത്തുന്ന അതേ നികുതി തന്നെ കോഴി ഫാമുകൾക്കും ഈടാക്കുന്നത് ഒഴിവാക്കണം. ലേബർ സെസ് ഇനത്തിൽ വലിയ സംഖ്യകളാണ് ഫാമുകൾക്ക് അടയ്ക്കാൻ വേണ്ടി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യ റെയ്ഡുകളും അന്വേഷണങ്ങളും നടത്തി മേഖലയെ സംരക്ഷിക്കുന്നതിന് പകരം അടച്ചുപൂട്ടലിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മിനിമം കൂലി നിശ്ചയിക്കണം. കോഴി വളർത്തൽ മേഖല കാർഷിക വകുപ്പിന് കീഴിൽ കൊണ്ടുവരണമെന്നും കോഴി കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തുടർന്ന് നടന്ന പൊതുസമ്മേളന ഉദ്ഘാടനം പി. ഉബൈദുള്ള MLA നിർവഹിച്ചു. കോഴി വളർത്തൽ കൃഷി മേഖലയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി നിയമസഭയിൽ സംസാരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ലൈസൻസ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ ഹുസൈൻ വടക്കൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ മഞ്ചേശ്വരം MLA A.K.M. അഷ്റഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റല്ലൂർ, സംസ്ഥാന ട്രഷറർ സെയ്ദ് മണലായ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റല്ലൂർ ഇപ്പോഴത്തെ ഫാമുകളുടെ ദുരവസ്ഥയെക്കുറിച്ചും അശാസ്ത്രീയമായ ലൈസൻസ് ചട്ടങ്ങളെക്കുറിച്ചും വൺ ടൈം ടാക്സ്, ലേബർ ടാക്സ് എന്നിവയെക്കുറിച്ചും സംസാരിച്ചു. ഇനിയും ഈ തരത്തിൽ കർഷകദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. DCC പ്രസിഡന്റ് VS ജോയ്, BJP ജില്ലാ പ്രസിഡന്റ് V സുബ്രഹ്മണ്യൻ, കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ ലീഗൽ അഡ്വൈസർ KT ഉമ്മർ, ടെക്നിക്കൽ അഡ്വൈസർ KN നൌഷാദ് അലി, ഡോക്ടർ സുധി, ഡോക്ടർ രജീഷ്, ഡോക്ടർ ജലാലുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് ചുഗത്തറ സ്വാഗതവും സംസ്ഥാന ട്രഷറർ സെയ്ദ് മണലായ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.